ക്രിസ്തു 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക രീതിയിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് സുവിശേഷ ജോലി ചെയ്യുന്ന ആളുകൾ ആ സഹനത്തോട് ചേർക്കുകയാണ്. അങ്ങനെ ചേർക്കപ്പെടുന്നു എന്ന കാരണം കൊണ്ട് അതിനെ ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർക്കപ്പെട്ടതെന്ന് പറയാം. പൗലോസ്ലീഹ അതിനൊരു പ്രത്യേക രീതിയിൽ ക്രിസ്തുവിന്റെ സഹനത്തിന്റെ കുറവ് എന്ന് വിളിക്കുകയാണ്. സത്യത്തിൽ ക്രിസ്തുവിന്റെ സഹനത്തിന്റെ കുറവല്ല, ക്രിസ്തുവിന്റെ സഹനത്തിലൂടെ ക്രിസ്തു ഉദ്ദേശിച്ച വിശ്വാസ വളർച്ച, വിശ്വാസം മറ്റുള്ളവർക്കുണ്ടാകാനുള്ള വിശ്വാസികള് അല്ലെങ്കിൽ അപ്പസ്തോലന്മാര് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ശ്രമം അത് ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർക്കപ്പെടുന്നതാണ്. അങ്ങനെ ചേർക്കപ്പെടുന്നു എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അതിന്റെ കുറവെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. മറ്റൊരു രീതിയിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദൈവത്തിന് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ എന്ന് ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യാമറിയത്തോട് പറഞ്ഞു ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. പക്ഷെ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക അർത്ഥത്തിൽ ഒരു കാര്യം ദൈവത്തിന് അസാധ്യമാണെന്ന് പറയാനായിട്ട് പറ്റും. ദൈവത്തിന് എനിക്ക് പകരമായിട്ട് എന്റെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കാനായിട്ട് ദൈവത്തെ കൊണ്ട് പറ്റില്ല. എനിക്ക് പാപം ഉപേക്ഷിക്കണമെന്ന് തീരുമാനമെടുക്കാനായിട്ട് എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, ദൈവത്തെ കൊണ്ട് അത് ഞാൻ വ്യക്തിപരമായി ചെയ്യേണ്ട